മണിരത്നം സാറിനോട് ഒരു പ്രാവശ്യം ചാൻസ് ചോദിച്ചായിരുന്നു. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്യുവാണ്, ഹോംവർക്ക് ചെയ്യുവാണ്, എങ്ങനെയാണ് ഞാൻ പുള്ളി അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിങ്ങനെ എന്താ സംഭവം എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്റെ മലയാളവും ഹിന്ദിയാണ് ഏറ്റവും ഫ്ലുവന്റ്. മലയാളം അല്ലാതെ വേറൊന്നും നാവിൽ വരൂല്ല. എന്നെ പക്ഷെ ഹിന്ദി പുള്ളിക്ക് മനസ്സിലാവില്ല എന്നുള്ളത് എനിക്കറിയാം. ഇതൊരു പുതിയ അറിവാണല്ലോ. ഹിന്ദി പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിക്ക് മനസ്സിലാൻ സാധ്യതയില്ലല്ലോ. ഇനി നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. അപ്പം സേഫ് ഇംഗ്ലീഷ് ആണ്. അപ്പൊ ഇംഗ്ലീഷ് എന്റെ ഭയങ്കര ഫ്ലുവന്റ് അല്ല. സത്യമായിട്ടും എനിക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും അറിഞ്ഞൂടാ. അപ്പൊ ഞാനത് പ്രിപ്പയർ ചെയ്യണം. ഇനിയെങ്കിലും പറ, എന്താ നിന്റെ പ്ലാൻ? അപ്പൊ ഞാൻ സർ ഐ വുഡ് ലൈക്ക് ടു വർക്ക് വിത്ത് യു, അതായിട്ട് ലൈക്ക് അല്ല ലവ് എന്ന് പറയാം. സർ ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് യു, സർ ഐ വുഡ് ലവ് ടു വർക്ക് വിത്ത് യു എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. സംഗതി കൊള്ളാം. അപ്പം ഞാനിങ്ങനെ പുള്ളി തപ്പി ഒരിടത്ത് ചെന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഞെട്ടിയാണ്. പേടിച്ചിട്ടാ? പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. എന്നാണ് പുള്ളിയെടുക്കലാണല്ലോ എനിക്ക് പറയണ്ട. അപ്പൊ മുമ്പിൽ തന്നെ നിൽക്കുകയാണ്. അല്ല, ഇവിടെ നിന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് ഞാൻ സർ ഹലോ. അപ്പോൾ പുള്ളി ഹലോ ഹലോ. അത് ഈ കറക്റ്റ് എനിക്കൊരു കാര്യം പറയാണ്ടായിരുന്നു. എന്താ സർ ഹൗ അബൌട്ട് വർക്കിംഗ് വിത്ത് മീ? ഇൻസൾട്ട് ചെയ്യണേ മോളെ. സാർ അതല്ല സാർ, അതല്ല, അതായത് മൊത്തം മാറിപ്പോയി. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് താങ്കളുടെ പടത്തിൽ വന്ന് അവസരം തരും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനത് ചോദിക്കരുതായിരുന്നു. ബാഡ് ഐഡിയ. പക്ഷെ അത് ഇങ്ങനെ ആയിപ്പോയി. നീ മിണ്ടരുത്. എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പക്ഷെ പുള്ളി വളരെ നല്ലപോലെ അത് ഇത് ചെയ്ത് കേട്ടാ. ഷോ എന്ന് പറഞ്ഞു. നാളെ ഇവര് വിളിക്കണ്ടാട്ടാ. ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ. പുള്ളിയുടെ ജീവിതത്തിൽ എന്നെ അടുപ്പിക്കില്ല. ഒരു വകതിരിവില്ലാത്ത മലയാളി. ഞാൻ പോയി റെസ്റ്റ് എടുത്തോട്ടെ.